മുമ്പ് ഒരു 5 വർഷം മുമ്പ് വരെ നമ്മൾ സ്ഥിരമായി സന്ദർശിച്ചിരുന്ന പല വെബ്സൈറ്റുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇവിടെ ലഭ്യമല്ല. ബാൻ ചെയ്യുന്ന പോൺ സൈറ്റുകളല്ല. അശോക് സെയിൻ എന്ന് പറയുന്ന സ്വീഡനിൽ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്, ഒഡീഷക്കാരനാണ് അദ്ദേഹം. ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹം സ്വീഡിഷ് പൗരനായിരിക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യയിൽ വളരെ കുറച്ചേ വരാറുള്ളൂ. അറിയപ്പെടുന്നൊരു പ്രൊഫസറാണ്. അയാളുടെ ട്വിറ്റർ ഹാൻഡിൽ ഇന്ത്യയിൽ കാണാൻ പറ്റില്ല നമുക്ക്. വേറെ ഏത് രാജ്യത്ത് നമുക്ക് ആക്സസ് ചെയ്യും. കാരണം അദ്ദേഹം വളരെ ശക്തനായ മോഡി ക്രിട്ടിക്കാണ്. അത് ഇന്ത്യയിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. കുറേ വർഷങ്ങളായി, ഇപ്പോൾ 2-3 വർഷമായിട്ട് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഹിന്ദുത്വ വാച്ച് എന്ന് പറഞ്ഞിട്ടൊരു ട്വിറ്റർ ഹാൻഡിലുണ്ടായിരുന്നു. ഹിന്ദുത്വ വാച്ച് എന്നാൽ ഇന്ത്യയിൽ നടക്കുന്ന ഹെയ്റ്റ് ക്രൈംസ് ഡോക്യുമെൻ്റ് ചെയ്യുന്നൊരു ട്വിറ്റർ ഹാൻഡിലായിരുന്നു. അതായത് ഇന്ത്യയിൽ എവിടെ അത്തരം സംഭവങ്ങളുണ്ടെങ്കിലും അവരത് ഫ്ലാഗ് ചെയ്യുകയും അത് അവർ റെക്കോർഡ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഹിന്ദുത്വ വാച്ച് ഇപ്പോൾ കാണാനില്ല. ഇനി ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്നതിൻ്റെ വെബ്സൈറ്റ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും? ഇല്ല. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു NGO ആണ്, ഒരു മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ഇവിടെയുള്ള ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് പൂട്ടിച്ച് അവരെ ഇവിടെ നിന്ന് ഓടിച്ചു എന്ന് മാത്രമല്ല, ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ വെബ്സൈറ്റ് നമുക്കിവിടെ കിട്ടില്ല. നമ്മുടെ ഇൻ്റർനെറ്റ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പരിമിതമാണ് ഇന്ത്യയിൽ. അത് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. മുമ്പ് ഒരു 5 വർഷം മുമ്പ് വരെ നമ്മൾ സ്ഥിരമായി സന്ദർശിച്ചിരുന്ന പല വെബ്സൈറ്റുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇവിടെ ലഭ്യമല്ല. ബാൻ ചെയ്യുന്ന പോൺ സൈറ്റുകളല്ല, മനുഷ്യർ അത്യാവശ്യം മാധ്യമപ്രവർത്തകർ നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരുന്ന വെബ്സൈറ്റുകൾ കിട്ടാനില്ല. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇല്ല, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഇല്ല. ഇതൊന്നും നമുക്ക് കാണാനേ പറ്റില്ല. ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള ആഗോളതലത്തിൽ ഉള്ള ഏതെങ്കിലും റിപ്പോർട്ടുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് ഇത്തരം സെൻട്രൽ ഗവൺമെൻറ് ക്രിട്ടിക്കുകളായിട്ടുള്ള ആളുകളുടെ പ്രൊഫൈലുകൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന നടപടി. അത് കേന്ദ്ര സർക്കാർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.